Hello guys, it's Devi and welcome to yet another vlog of mine. കെട്ടി ഇറങ്ങി 2 മാധ്യമങ്ങളും കൂടെ അങ്ങോട്ടാണല്ലേ. നമ്മൾ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കൊച്ചി വരെ പോവാണ് ഗൈസ്. അവിടേക്ക് ഒരു 10 മണിക്കൊക്കെ മുൻപേ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി 7:02 ട്രെയിനും പിടിച്ച് ഇപ്പോൾ യാത്രയിലാണ്. ഗെറ്റപ്പ് ആഹാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ റേഞ്ച് റോവറിൽ പോയി ഇറങ്ങുന്ന പവറാണ്. പക്ഷെ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. കാരണം എന്താ, ഈ വണ്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള തന്നെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമല്ലേ. അപ്പോൾ ഒരാൾ സഞ്ചരിക്കുന്ന വണ്ടി ആയാലും അയാളുടെ വസ്ത്രമായാലും താമസിക്കുന്ന വീടായാലും അതൊന്നും വെച്ച് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നല്ലേ. എന്തായാലും കയറി ഉടനെ സീറ്റ് കിട്ടിയോണ്ട് ട്രാവലൊന്നും വലിയ പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, ഈ ഇടയായിട്ട് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേനും ഭയങ്കര നടുവേനയാണ്. എന്ത് സംഭവം എന്നറിയില്ല. അങ്ങനെ സ്റ്റേഷനിൽ എത്തിയത് നമ്മൾ ചാടി ഇറങ്ങി ഇവിടുന്ന് പുറത്തേക്ക് കടന്നു. ഇവൻ്റെ നടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ഊബർ തന്നെ ചേരണം. അങ്ങനെ ഒരു ഓട്ടോയും ബുക്ക് ചെയ്ത് നമ്മൾ യാത്ര തുടർന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ കഷ്ടി ഉണ്ടായിരുന്നില്ല നമ്മുടെ ലൊക്കേഷനിലേക്ക്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. അകത്ത് കയറുന്നതിന് മുന്നേ വഴിയിൽ നിന്ന് തന്നെ ഞങ്ങൾ കുറച്ച് ഔട്ട്ഫിറ്റ് ചെക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോപ്രായങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കയറണ വരെ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എത്ര വലിയ പരിപാടിയാണെന്ന്. അവിടെ എത്തി ആ പ്ലേസ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടറടിച്ച് നിന്നുപോയി. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നത്. ചെന്ന ഉടനെ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ ഒരു ബാൻഡ് വാങ്ങണമായിരുന്നു. ഞങ്ങൾ എത്തിയത് വല്ലാണ്ട് നേരത്തെ ആയതുകൊണ്ട് വെയിറ്റ് ചെയ്യണമെന്ന് കുറച്ചധികം നേരത്തേക്ക്. എന്തായാലും വെയിറ്റ് ചെയ്യില്ലേ, അപ്പോൾ ഒന്ന് വാഷ്റൂം വരെ പോയി ഹെയറും ഫേസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴാണ് എവിടെ നോക്കിയാലും കണ്ണാടി. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പറ ഫോട്ടോസും വീഡിയോസും. എത്ര നേരം അങ്ങനെ ഫോട്ടോയും വീഡിയോ എടുത്ത് കളഞ്ഞെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. ഇതൊക്കെ കഴിഞ്ഞൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഉണ്ടല്ലോ, അയ്യോ, ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു അവിടെ. രജിസ്ട്രേഷൻ്റെ ക്യൂ ഒക്കെ എൻട്രൻസും കഴിഞ്ഞു പോയി. ആദ്യം എത്തിയിട്ട് പിന്നെ വരീൻ്റെ ബാക്കിൽ നിൽക്കുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. അങ്ങനെ കുറേ നേരം വരി നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടി. നമ്മുടെ കയ്യിൽ ഒരു ക്രിയേറ്റർ ബാൻഡ് കെട്ടി തന്നു. അവിടുത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും വൈഫൈ പാസ്വേഡ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അവിടെ ഓരോ സ്റ്റോറിൻ്റെയും പ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ കാട്ടിത്തരുന്നൊരു മാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നമ്മുടെ ആങ്കറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആളെ പതുക്കെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ നമുക്ക് ചെറിയൊരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ ഉണ്ടായിരുന്നു. കൂടെയുള്ള മറ്റ് ക്രിയേറ്റേഴ്സിനെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും കമ്പനി ആവാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു സെഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അവരുടെ എനർജിയും കൊറിയും ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഒരുപോലെ ചെയർ ചെയ്ത് ആകെ വൈബാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പോഴാണ് പ്രോഗ്രാം നടക്കുന്ന മെയിൻ സ്റ്റേജിൻ്റെ അവിടേക്ക് ഞങ്ങൾ എത്തിയത്. എടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ, ഇറ്റ് വാസ് സോ ഹോൾസം. പാട്ട്, ഡാൻസ്, ഗെയിംസ്, മൊത്തത്തിലൊരു അടിച്ചുപൊളി ഡേ ആയിരുന്നു അത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഇഷ്ടം പോലെ ബ്രാൻഡ്സ് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ. അപ്പോൾ ആ ഓരോ ബ്രാൻഡ്സിൻ്റെയും ഓരോ കുഞ്ഞു ബൂത്ത്സ് വീതം അവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി നമുക്ക് അവരുടെ പുതിയ പ്രോഡക്ട്സ് പരിചയപ്പെടാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനും ട്രൈ ആക്കി നോക്കാനൊക്കെ ഉള്ള ടൈം നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. അവിടെ വരുന്നത് തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെയാണ്, ഇത്രയ്ക്ക് ഗ്രാൻഡ് ആണെന്നുള്ളൊരു സംഭവം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അകത്ത് കയറുന്ന സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ കേട്ടോ. സോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതെല്ലാം പോയി എക്സ്പ്ലോർ ചെയ്യാനും കാണാനും ഒക്കെ. അവിടെ ചെന്നിട്ട് പിന്നെ റീൽസ് എടുക്കാണ്ട് വേറെ എന്ത് പ്രോഗ്രാമല്ലേ. സോ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും ഓരോ ബോട്ട്സിൽ കയറി വ്ളോഗ്സും റീൽസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇരിപ്പായി വയ്യാണ്ടായി കുറേ നേരമായി നടക്കണു. പരിപാടി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? സൂപ്പർ, അടിപൊളി പരിപാടി. വന്നില്ലെങ്കിൽ നഷ്ടമായി പോയേനെ. ബെസ്റ്റ് മോട്ടിവേഷൻ ടു ബിക്കം എ കോണ്ടന്റ് ക്രിയേറ്റർ. നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയി വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ബാക്കി ആരുടെയും ഫേസ് വിടാണ്ട് കഷ്ടപ്പെട്ട് നമ്മളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടൊക്കെ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലേ. ഇവിടെ ആ ഒരു പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. വി വർ ഫ്രീ ടു ക്യാപ്ചർ അവർ കോണ്ടന്റ് ഹൗ എവർ വി ലൈക്ക്. അവിടെ വന്നിരുന്ന എല്ലാവരും അത്രയും പ്രസന്റബിളും കോൺഫിഡൻറ്റും ആയിരുന്നു. കൂടുതൽ ക്ലിപ്സ് ഒന്നും എനിക്ക് ആ പ്രോഗ്രാമിനെ പറ്റിയിട്ട് യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അവിടുത്തെ റീൽസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. സോ മോസ്റ്റ് ക്ലിപ്സ് ഞാൻ എടുത്തതും റീൽ റിഷ്വലായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കറങ്ങി നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചൊന്ന് ഇരിപ്പായപ്പോഴാണ് നീരജ് മാധവ് ആളുടെ പുതിയ മൂവിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവിടെ വന്നത്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ MHR വന്ന് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്സും ഈ പറഞ്ഞ പോലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രാത്രി ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം ആയപ്പോഴത്തേനും. പിന്നെയും വൈകി കഴിഞ്ഞാൽ ട്രെയിൻ നമുക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വീട്ടിലെത്താൻ വീണ്ടും വൈകും. ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ വെന്യൂന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നായിട്ട് നമുക്ക് അവർ കുറച്ച് ഹാമ്പേഴ്സ് തരും. ലൈക്ക് അവിടെ വന്ന് ആ പരിപാടി അറ്റൻഡ് ചെയ്തതിനുള്ള ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് കുറച്ച് പ്രോഡക്ട്സ് അവരുടെ തന്നെ ഒരു ബാഗിൽ
ബോട്ടിലൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് പോയി കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള രീതിക്ക് നമ്മൾ അവിടേക്ക് പോയി. നോക്കിയപ്പോൾ എന്നിട്ടാ ഇത്ര അധികം സാധനങ്ങൾ, എൻ്റെ പൊന്നെ, ഇഷ്ടം പോലെ കവേഴ്സ്, പല പല ബ്രാൻഡ്സിൻ്റെ കവേഴ്സിലായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങളായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എവിടെ നമ്മുടെ ഗിഫ്റ്റുകൾ കാട്ടി കൊടുക്കും. ഇവിടെയും കിട്ടി, പൊന്തിക്കാൻ പോലും വെച്ചണില്ല. വി ആർ വെരി ഹാപ്പി. വീട്ടിലേക്ക് പോവാന് ഊബർ വിളിച്ചിട്ടുണ്ട് നമ്മൾ. ഊബർ വിളിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം അത് എത്തിയിട്ടില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. വയ്യാണ്ടായി. ഇത്രയും സാധനങ്ങൾ പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തണ്ടേ. അപ്പം നമ്മൾ വീണ്ടും ഊബർ വിളിച്ചു. എറണാകുളത്തെ ബ്ലോക്ക് മനസ്സിൽ വെച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു ഞങ്ങൾ. അത് ഞങ്ങൾക്ക് അപ്പോഴാണ് തോന്നിയത്. അത് കൂടാണ്ട് ഓട്ടോ ചേട്ടൻ്റെ വക. ട്രെയിൻ കിട്ടുമെന്ന് തോന്നണില്ല കേട്ടോ കുട്ടികളെ, അത്രയും ബ്ലോക്ക് ഉണ്ടെന്ന്. എന്നാലും ഇടയിൽ കൂടെയൊക്കെ കൊണ്ടുപോയി എങ്ങനെയൊക്കെയോ നമ്മളെ അവിടെ ട്രെയിൻ എടുക്കണതിന് 15 മിനിറ്റ് മുന്നേ ആളവിടെ എത്തിച്ചു. അവിടെ നിന്ന് നേരെ ടിക്കറ്റ് എടുക്കാൻ ഓടി, പിന്നെ നേരെ പ്ലാറ്റ്ഫോമിലേക്ക്. ലാസ്റ്റ് ട്രെയിനിൽ കയറി ഇരുന്നപ്പോഴാണ് വിശക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചത്. ഒന്നും ചെയ്യാനില്ല, ട്രെയിൻ എടുത്തു. നിർത്തുന്ന സ്റ്റേഷനിൽ ഒന്നും തിന്നാൻ വാങ്ങാനായിട്ട് മര്യാദയ്ക്കൊരു കട പോലും ഇല്ല. ഉണ്ടായിരുന്നിടത്താണെങ്കിലോ അധികം നേരം നിർത്തണം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിട്ടേലാവട്ടെ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റേഷനിൽ ഓൾറെഡി നമുക്ക് വേണ്ടിയിട്ട് അമ്മ അയച്ച ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വേഗം അതിൽ കയറി വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തി കുളിച്ച് ഫുഡ് കഴിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ ഗൈസ്, എൻ്റെ പൊന്നി, അപ്പോഴാണ് ജീവൻ വീണത്. കിട്ടിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആദ്യക്ക് കാട്ടി കൊടുത്തപ്പോൾ അവൻ്റെ റിയാക്ഷനാണ് കേട്ടത്. ഇതെന്തൊക്കെ സാധനങ്ങളാ, എത്ര റുപ്പി വേർത്തിൻ്റെ സാധനങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നാളെ നേരം വെളുത്തിട്ട് കാട്ടിത്തരാം. ഇപ്പം ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഏട്ടാ. ഹായ് ഗായ്സ്, സുന്ദരിയായിട്ടില്ലേ ഞാനൊന്ന്. ഞാൻ എന്താ ചുരിദാറൊക്കെ ഇട്ടിട്ടെന്നല്ലേ. എനിക്കൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു, ഒരു ആഡിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി ഇട്ടതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ചുരിദാറിലല്ല കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഞാന് വന്നേക്കണ വേറെ ഒന്നുമല്ല, ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. മൈൻഡ് യു, ഇത് ഞാൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് എടുക്കുന്ന വീഡിയോ ആണ്. സോ ഐ ഡോണ്ട് നോ വെൻ ഐ ബി പോസ്റ്റിംഗ് ദിസ്. സോ ആദ്യത്തെ കാലത്ത് തന്നെ പോയി വീട്ടിലേക്ക്, കാരണം നാളെ മൺഡേ ആയതുകൊണ്ട് അവൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് വീട്ടിൽ എത്തിയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയത്. അപ്പം ഞാനിവിടെ വന്നിരിക്കണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ കിട്ടി. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് നമുക്ക് അവിടെ നിന്ന് തരൂന്ന് പറഞ്ഞ ഹാമ്പർ. പക്ഷെ ഇതിനകത്ത് ആ ഹാമ്പറിലുണ്ടായിരുന്ന സാധനങ്ങൾ മാത്രമല്ല, വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു കാറും കൂടെ ഉണ്ട്. ഇത് നിവ്യാന്റെ സാധനങ്ങൾ മാത്രമല്ല, വേറെയും സ്റ്റോറിലെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ ഹിറ്റ്സ് എന്തൊക്കെയാന്ന് കാട്ടിത്തരാം. എൻ്റെ സൗണ്ട് പോയി, എൻ്റെ തൊണ്ട അടഞ്ഞു, മൂക്കും അടഞ്ഞു. അതൊരു വൃത്തിയായിട്ട സൗണ്ടായി. അല്ലെങ്കിൽ എൻ്റെ ഒരു ജാതി സൗണ്ടാണ്. ഇപ്പൊ കുറച്ചും കൂടെ വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ എനിവേസ്, അപ്പോൾ ഇത് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഓരോരോ പ്രശ്നങ്ങൾ. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ബ്യൂട്ടി ഇവന്റ് ആയിരുന്നല്ലോ. അപ്പം മെയിൻലി അവിടെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, പിന്നെ പെർഫ്യൂംസ്, അങ്ങനത്തെയൊക്കെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ മെയിൻലി ജെൻസിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്ട്സ് മാത്രമുള്ള ഒരു ബൂത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് റിജിനോൾഡ് മെൻ. അപ്പം അവിടെ മാത്രം മെന്നിന് വേണ്ടി മാത്രമായി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ ജനറൽ സ്കിൻ കെയർ ആണ്, എല്ലാവർക്കും ഉപയോഗിക്കായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ പോയി ആദിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. കാരണം എല്ലാ സ്റ്റോറിൽ നിന്നും ഓരോ ഹാമ്പേഴ്സ് നമുക്ക് തരും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഹാമ്പറിൽ 4 പ്രൊഡക്ട്സ് ആണ് മെയിൻലി ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ പോയപ്പോൾ ഈ പറഞ്ഞ 4 പ്രൊഡക്ട്സും 2 വീതം വെച്ച് നമുക്ക് തന്നു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, അപ്പോൾ അമ്മനും കൊടുക്കാം. അപ്പോൾ അമ്മന് 4 പ്രൊഡക്റ്റായി, ഇവർ 4 പ്രൊഡക്ട്സായി. അങ്ങനെ മൊത്തം 8 പ്രൊഡക്ട്സ് ആണ് ആ ഒരു കവറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇവന് മെസ്സേജ് അയച്ചു അമ്മന്. കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെ കാലത്ത് പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞാൽ പോയിട്ടില്ലല്ലോ, ഞാൻ കൊണ്ടുവരുന്നുണ്ട് സാധനം. അപ്പോൾ അവനാണെങ്കിൽ പോയി. അപ്പോഴത്തേനും വീട്ടിലേക്ക് അവൻ തിരിച്ചു പോയി ഇവിടെ നിന്ന്. അപ്പം പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വരാം, വാങ്ങിക്കാൻ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇന്ന് ഉറക്കെ എണീറ്റിട്ടില്ല ഞാൻ. അപ്പോഴത്തേനും ഒരാള് ചേച്ചിനെയും കൂട്ടി എത്തി. എന്നിട്ട്
ആൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാൻ വേണ്ടിട്ട് ഞാൻ എണീക്കുന്നതിന് മുന്നേ എത്തി. എന്നിട്ട് വന്ന് അതൊക്കെ കൊണ്ടുപോയി. അപ്പൊ അവൻ കൊണ്ടുപോയ കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അത് ഞാൻ ഏതൊക്കെയാണെങ്കിലും കൊടുക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് നിവിയുടെ കവർ നോക്കാം. എന്റെ സ്റ്റോറേജ് എപ്പോൾ ഫുള്ളാവും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. ലെറ്റ്സ് സീ. അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് വന്നേക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്ലമ്മിന്റെ നയാസിനമൈഡ് റൈസ് വാട്ടർ ടോണറാണ്. ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് കാണിക്കാം കേട്ടോ. സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് നിവിയന്റെ തന്നെ ഒരു ഡിയോഡറന്റ് ആണ്. പ്രൊട്ടക്ട് ആൻഡ് കെയർ 48 hour പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഡിയോഡറന്റ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ ബയോട്ടിക്കിന്റെ പോർ ടൈറ്റനിങ് റിഫ്രഷിങ് ടോണർ ആണ്. കുക്കുംബർ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ നിവിയന്റെ ഈ ഒരു ഷവർ ജെല്ലാണ്. ഇത് കവറിലിരുന്ന് കുറച്ച് ഇതായിപ്പോയി, കണ്ട, കുറച്ച് ഒലിച്ചു പോയിണ്ടായിരുന്നു. ഫ്രാങ്കിപ്പനി ആൻഡ് ഓയിൽ, ഇത് വായിക്കാൻ എനിക്ക് അറിയില്ല. ഇതാണ് ഇതിന്റെ ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. ഈ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ശേഷ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഒരു റോസ്മേരി ഹെയർ ഗ്രോത്ത് സ്പ്രേ ആണ്. ഓക്കെ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കുഞ്ഞി പ്ലമ്മിന്റെ ബോഡി മിസ്റ്റ് ആണ്. ഇതിന്റെ ഫ്ലേവർ വന്നിട്ടുള്ളത് വാനില വൈബ്സ് എന്നാണ്. അടിച്ചു നോക്കട്ടെ കേട്ടോ. ഓ സോറി. നല്ല മണമാണ്, പക്ഷെ കുറച്ച് സ്ട്രോങ് ആണ്, കുറച്ചധികം സ്ട്രോങ് ആണ്. എനിക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫ്രേഗ്രൻസസ് ഒന്നും ഇഷ്ടമല്ല. നല്ല മണം കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് വാദിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഷാംപൂ ആണ്. മോയ്സ്ചർ ബൂസ്റ്റ് ഷാംപൂ. ഇനി അടുത്തത് വന്നിട്ടുള്ളത് മാമാഅർത്തിന്റെ ഒരു മോയ്സ്ചറൈസിങ് ബോഡി ലോഷൻ ആണ്. നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്? പഴുത്ത മാങ്ങേന്റെ പോലെ കടിക്കാൻ തോന്നാം. നല്ല ഇഷ്ടമായി. ഇനിയൊരു പെട്ടിയുണ്ട്. സോൾഫ്ലവറിന്റെ ഒരു ഫ്രിസ് ഫ്രീ ഹെയർ സിറം ആണ്. ഇതിന്റെ ബാക്കിൽ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഉണ്ട്, ഇങ്ങനെയുള്ള മുടിയെ നമുക്ക് ഇതടിച്ചാൽ ഇതുപോലെ ആക്കാൻ പറ്റും, സ്ട്രെയിറ്റ് ചെയ്ത മാതിരി. മൊത്തം ദിവസം ഇതിന്റെ ഈ ഒരു മണം നിൽക്കുന്നതാണ് പറയണ ഹെയറിൽ. നമുക്ക് തുറക്കാം. ഇതിനകത്ത് ഒരു ഫോട്ടോയല്ല, ഞാൻ വെച്ച ഫോട്ടോയാണ്, അതൊരു ലെറ്റർ ആണ്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിന്റെ അടുത്ത് റിവ്യൂ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ലെറ്റർ. ഇതാണ് പ്രോഡക്റ്റ്. ഇത് ആൽസ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടർ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? അത് അങ്ങനത്തെ സെയിം മെക്കാനിസം ഉള്ള കുപ്പിയാണിത്. കണ്ട, ഇതിനകത്ത് ഇവിടെ ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, ഇപ്പുറത്ത് ഓൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അപ്പം നമ്മൾ ഈ ഓഫിന്റെ ഭാഗത്തുനിന്ന് ഈ സാധനം ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ അത് ഇപ്പുറത്ത് വരും. അപ്പോഴാണ് ഈ സാധനം വർക്ക് ചെയ്യുക. നീല കളറിലാണിത്. അവിടെ നീല കളർ ഉണ്ട്, പക്ഷെ ഞാൻ വെച്ച് കുപ്പീന്റെ നീലയാണെന്നത്. ഒരു ജെല്ല് കൺസിസ്റ്റൻസി, കംപ്ലീറ്റ്ലി ജെല്ലാണെന്ന് പറഞ്ഞല്ല, നമ്മൾ ഈ വെളിച്ചെണ്ണേന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി പോലെ ഉണ്ട്. ഇതാണ് പ്രൊഡക്റ്റ്. ഇതിന്റെ മണം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കവർ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത ബാഗിലേക്ക് കടക്കാം. അടുത്തത് ഫിക്സ് ഡെർമന്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്, ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളത്. എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയേക്കണ എല്ലാ മോയ്സ്ചറൈസേഴ്സും ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഭയങ്കര വരണ്ട് എന്താ പറയാ കീറാറായിട്ടിരിക്കുന്ന സ്കിന്നാണ്. സോ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസേഴ്സ് ആർ എ ലൈഫ് സേവേഴ്സ് ഫോർ മീ. എനിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയാൽ എനിക്ക് ഏറ്റവും സന്തോഷമായത് ഈ ഒരു ഒറ്റ സാധനം കിട്ടിയപ്പോഴാണ്. ഭയങ്കര സന്തോഷമായി എനിക്ക്. കാരണം എൻ്റെ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ മറ്റേ ഗ്രാജുവേഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണ വീഡിയോ. അതിൽ ഞാൻ പറയണുണ്ട് എനിക്കൊരു ആലോവേറ ജെല്ല് വാങ്ങിക്കണം. ഇവിടെ ആലോവേറാസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ആലോവേറ ജെല്ല് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണേ. അതുകൊണ്ട് ഞാൻ പറയണുണ്ട്. സോ എനിക്ക് അത് കട്ടറിഞ്ഞ് ഒരു ആലോവേറ ജെല്ല് കിട്ടി. മാമാഅർത്തിന്റെ ആണത് ആലോവേറ ജെല്ല്.
പിന്നെ കിട്ടിയിട്ടുള്ളത് ഡെർമാക്കോന്റെ 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ജെൽ ഫേസ് വാഷ്. ഇതിന്റെ തന്നെ 3 മിനി കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അല്ല, ഇത് സാലിസിലിക് ആസിഡ് ജെൽ ഫേസ് വാഷ്, ഇത് ഒന്നേ കിട്ടിയിട്ടുള്ളൂ, ഇത് വലുത്. പിന്നെ കിട്ടിയത് ഇതാണ് കുഞ്ഞിത്. ഇത് 2% സാലിസിനമൈഡ്, സാലിസിലിക്കും ഉണ്ട് നയസിനമൈഡും ഉണ്ട്. ആന്റി ആക്നെ ഫേസ് വാഷ്. എനിക്ക് അങ്ങനെ ആക്നെയും കാര്യങ്ങളൊന്നും ഇല്ല, ആദിക്ക് ഒക്കെ വരാറുണ്ട്, സോ ആദിക്ക് ഉപയോഗപ്രദമാകും. ഇങ്ങനത്തെ 3 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടാ. അതിൽ ഒരെണ്ണം അവൻ കൊണ്ടുപോയി, ഒരെണ്ണം ഞാൻ ഇവിടെ ഓൾറെഡി യൂസ് ചെയ്തു, പിന്നെ ഉള്ള ഒരെണ്ണമാണ് ഇത്. പിന്നെ വന്നിട്ട് ഇത് ഡോട്ട് ആൻഡ് കീന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. കുറച്ച് മുന്നേ പറഞ്ഞോളൂ എല്ലാ സാധനങ്ങളും ഡ്രൈ സ്കിന്നുള്ളതാണ്. ഇത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ഉള്ളതാണ്. എന്നാലും ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം, ആർക്കെങ്കിലും കൊടുക്കാം. ഇത് നല്ല ഭംഗിയുണ്ട് കാണാന്, ഡോട്ട് ആൻഡ് കീ സിക്ക കാമിങ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ അവിടെ തന്നെ വയ്ക്കാം. ഇനി നെക്സ്റ്റ് വന്നിട്ട് നിവിയാന്റെ തന്നെ ഒരു ഡിയോഡറന്റ് ആണിത്, പേൾ ആൻഡ് ബ്യൂട്ടി ഡിയോഡറന്റ്. എനിക്ക് നല്ല ഇഷ്ടമായത്, മുട്ട പോലെ കാണാന്, നല്ല വേണം എടുക്കും. ഇത് ഗ്ലാസ് ആണ് കേട്ടാ. ഇനി നെക്സ്റ്റ് സാധനം ഇതാണ്, ലോറിയലിന്റെ ഹൈലറോണിക് ആസിഡ് ഓയിൽ കൺട്രോൾ നൈറ്റ് റീപ്ലംബിംഗ് സീറം. ഓക്കെ, ഇതും ഗ്ലാസ് ആണ് കേട്ടോ. വാവ്. നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് ഡെർമാക്കോന്റെ 15% വിറ്റാമിൻ സി ഇന്റൻസ് ബ്രൈറ്റനിങ് ആംപോൾ കിറ്റ്. ഇത് മറ്റേ സൂചിയിൽ കയറ്റണ മരുന്നില്ലേ, അതുപോലത്തെ സാധനമാണ്. പൊട്ടിച്ചിട്ടുള്ള ഞാനാണ്, കാട്ടിത്തരാൻ വേണ്ടി ഞാൻ പൊട്ടിക്കാണ്ടിരുന്നതാ. മരുന്നിന്റെ വേണട്ടാ ശരിക്ക്, മറ്റേ സിറിഞ്ച്. ഇത് പൊട്ടിയ നോക്കാൻ പോവാണേ. എന്തത് 1 2 3 4 5 6 7 ഒരാഴ്ചക്ക് ഉള്ളതുണ്ട്. എനിക്കിത് കാണുമ്പോ എന്താ ഓർമ്മ വരുന്നറിയോ, സബ്സ്റ്റൻസ് സിനിമ കണ്ടിട്ടാ നിങ്ങള്, എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ അതിനകത്ത് അങ്ങനെ കൊടുക്കല്ലേ. ചില്ലല്ല, പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ ഈ സാധനം ട്വിസ്റ്റ് ചെയ്ത് പുള്ള് ചെയ്യുമ്പോ ഇതിന്റെ സീല് പൊട്ടും എന്നാണ് പറയണത്. അതിനുശേഷം ഇത് ഇങ്ങനെ ഞെക്കണം താഴേന്ന്, എന്നിട്ട് ഈ മുകളിൽ സാധനം പൊട്ടിക്കുക. പൊട്ടിച്ചു കഴിഞ്ഞിട്ട് സിറിഞ്ച് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിലേക്ക് ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഫേസിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. സ്ക്വീസ് ദ ആപ്ലിക്കേറ്റർ ടു അപ്ലൈ ഹാഫ് ഓഫ് ദ ആംപോൾ ടു യുവർ ഫേസ് ആൻഡ് നെക്കിലേക്കും. ആഫ്റ്റർ യൂസ് കവർ ദ സിലിക്കോൺ ആപ്ലിക്കേറ്റർ വിത്ത് ഇറ്റ്സ് ക്യാപ്പ്, കീപ്പിംഗ് ദ റിമൈനിങ് ഹാഫ് ഓഫ് ദ ആംപിൾ ലേറ്റർ. പകുതി ഉപയോഗിക്കാൻ പാടുള്ളൂ അറ്റ് എ ടൈം, ബാക്കി പകുതി എടുത്തു വെക്കാം. ഫോർ ദ ബെസ്റ്റ് റിസൾട്ട്സ് യൂസ് ദി ആംപിൾസ് ഓൺ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, എന്നും അല്ല, ഓരോ ദിവസം ഇടവിട്ടിട്ട്. Skip your daily serum when using ampoule. Use the opened ampoule within 3 to 4 days. 4 ദിവസത്തിനുള്ളിൽ ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന ആംപോൾ ഉപയോഗിക്കണം. വീഡിയോ ഗൈഡ് കിട്ടണമെങ്കിൽ ഈ QR സ്കാൻ ചെയ്താൽ മതി എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ആവാണാവോ. നെക്സ്റ്റ് സാധനം ഫേസ് സ്കാനറിന്റെ ഈ ഒരു സ്ട്രോപ്പ് ക്രീമാണ്. ഇതെനിക്ക് ഓൾറെഡി കൊളാബായിട്ട് വേറെ വന്നിട്ടുണ്ടായിരുന്നു, സോ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാം എന്നാണ് വിചാരിക്കണേ. നെക്സ്റ്റ് സാധനം അക്വാലോജിക്കാന്റെ സൺസ്ക്രീൻ. എനിക്ക് അക്വാലോജിക്കാന്റെ സൺസ്ക്രീൻസ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതെനിക്ക് കിട്ടിയ സൺസ്ക്രീൻ അല്ല, ആക്ച്വലി എനിക്ക് കിട്ടിയത് എന്താണെന്നറിയോ, ഇത് കണ്ടോ, അക്വാലോജിക്കാന്റെ തന്നെ മോയ്സ്ചറൈസർ ആണ്, ബാരിയർ പ്ലസ് ഫ്ലൂയിഡ് മോയ്സ്ചറൈസർ. എനിക്ക് ഇതേ സാധനം തന്നെ, ഇതേ മോയ്സ്ചറൈസർ തന്നെ 3 എണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ആദ്യത്തേക്കാണെങ്കിൽ ഈ സൺസ്ക്രീൻ തന്നെ 3 എണ്ണമാണ് ആദ്യത്തേക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞങ്ങൾക്ക് 3 പേർക്കും ഒരേ സാധനം, അല്ല ഞങ്ങൾക്ക് 2 പേർക്കും 3 എണ്ണം ഒരേ സാധനം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഒരു മോയ്സ്ചറൈസർ നീ എടുത്തിട്ട് നിന്റെ ഒരു സൺസ്ക്രീൻ എനിക്കിതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രേഡ് ചെയ്തതാണിത്. അപ്പൊ ഇതില് 2 സാധനങ്ങൾ എന്റെ കയ്യിലുള്ളൂ. ഇതുപോലത്തെ ഒരു മോയ്സ്ചറൈസറും കൂടെ ഉണ്ടായിരുന്നു, അത് അമൻ കൊണ്ടുപോയി. ഓക്കെ, ഈ മോയ്സ്ചറൈസർ കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ പൊട്ടിച്ചു കാണിച്ചാലേ, പോപ്സിക്കിൾ പോലെ. എന്നിട്ട് ഇതാണ് നമ്മൾ തുറക്കുക. ഓ, ഗ്ലോസിനസ് കാണാനുണ്ടോ? അക്വാലോജിക്കാന്റെ മോയ്സ്ചറൈസർ ഞാൻ ഇതുവരെ യൂസ് ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല, സോ ഐ ആം എക്സൈറ്റഡ്.
ഇനി ആണ് ഞാൻ പറഞ്ഞ ആദിയുടെ 4 പ്രൊഡക്ട്സ്. മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ PA++++, 4 പ്ലസ്. നെക്സ്റ്റ് സാധനം എന്ന് പറയണത് ക്രാറ്റോസ് എന്ന് പറയുന്ന ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസർ. ഇതാണ് സാധനം. പിന്നെ ഇതില് AM-ലാണോ PM-ലാണോ ഇതൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ തന്നെ ഇതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് PM-ൽ യൂസ് ചെയ്യാനുള്ളതാണ്. 2 മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ഉണ്ട്. സൺസ്ക്രീൻ 4 ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ്. വ്യൂസ് എന്ന് പേരുള്ള ഒരു ലിപ്പ് ബ്രൈറ്റനിങ് ബാമാണ്. ലിപ് ബാമാണിത്. ഇതാണ് പ്രോഡക്റ്റ്. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ഗൈസ്, ഇത്രയും പ്രോഡക്ട്സ് ആണ് നമ്മുടെ ഇപ്പോൾ അമ്മൻ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇത്രയാണ്. 2 സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും കൊടുക്കാന്ന്. കാരണം എൻ്റെ ഉള്ളതും എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റാത്തതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ നമുക്കത് ആർക്കെങ്കിലും കൊടുക്കാം. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ശരി, അപ്പൊ അടുത്ത എന്തെങ്കിലും പരിപാടിക്ക് വീണ്ടും കാണാം. ബൈ ബൈ.